ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. സാഹിത്യകാരനും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ജി ശിവസ്വാമിയെ വടക്കാഞ്ചേരി പൗരാവലി അനുസ്മരിച്ചു. നിരവധി പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി എഴുതിയ ശിവസ്വാമിയുടെ അവസാന പുസ്തകമായ മൈ ലൈഫ് സ്റ്റോറി അനുസ്മരണത്തിനെത്തിയ സദസ്സിന് കുടുംബം കൈമാറി. ഭാരതീയ വിദ്യാഭവൻ വടക്കാഞ്ചേരി കേന്ദ്രത്തിന്റെ ആദ്യ ചെയർമാനും അകമല ഭവൻസ് പബ്ലിക് സ്കൂളിന്റെ സ്ഥാപകരിൽ പ്രധാനിയുമായ ജി ശിവസ്വാമിയെ വിവിധ മേഖലയിലുള്ളവർ അനുസ്മരിച്ചു. വടക്കാഞ്ചേരി ലൈബ്രറി ഹാളിൽ നടന്ന സ്മൃതി സദസ്സിൽ ഭവൻസ് വടക്കാഞ്ചേരി കേന്ദ്രം ചെയർമാൻ PN രാജൻ അധ്യക്ഷനായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, പ്രൊഫസർ സാധു പത്മനാഭൻ, K അജിത് കുമാർ, ഫാദർ വർഗീസ് തരകൻ, മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, V മുരളി, നിത്യ സാഗർ, സന്ധ്യ കൊടക്കാടത്ത്, അജിത് മല്ലയ്യ, PN ഗോകുലൻ, CA ശങ്കരൻകുട്ടി, CS വൈദ്യനാഥൻ, അജീഷ് കർക്കടകത്ത്, VV ഫ്രാൻസിസ്, സിന്ധു ശിവദാസ്, മുത്തുകൃഷ്ണൻ, വെങ്കടേശ്വരൻ, കുറ്റിപ്പുഴ രവി, V അഞ്ജുതൻ, K സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാമി പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് 1-2 പരിപാടികൾ സ്വാമി കലപ്പള്ളിക്കാരുടെ എല്ലാ ലൈബ്രറികൾക്കും ഒരു നിശ്ചിത സംഖ്യ വരുന്ന പുസ്തകങ്ങൾ നൽകുകയും കുമ്പളങ്ങാട് വായനശാലയ്ക്ക് കൊടുക്കുകയും അദ്ദേഹം എഴുതിയതും അദ്ദേഹത്തിൻ്റെ ശേഖരിച്ച പുസ്തകങ്ങളും നൽകുന്ന ഒരു ചടങ്ങോടുകൂടിയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. കേന്ദ്ര സർവീസിലിരുന്ന് ദീർഘകാലം ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ച അനുഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധാരണകളും ആ നിലയിൽ അദ്ദേഹം അന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. പ്രായം അദ്ദേഹത്തെ ഇതിനൊന്നും തന്നെ അലട്ടിയിരുന്നില്ല. വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ചു. അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്ന ഘട്ടത്തിൽ അന്ന് ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്തായിരുന്നു. എന്നെ രജിത്ത് എന്ന് വിളിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായി ഇത് ഞാൻ കാണുകയാണ്. ശിവസ്വാമി ഏകദേശം 91 വയസ്സിലാണ് നമ്മൾ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തീർച്ചയായും ആ നിലയിൽ മറ്റുള്ളവർക്കെല്ലാം തന്നെ വഴികാട്ടിയാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.